ിലേക്ക് പോകാം. നട്രാജ് പരശുരാമുണ്ട്. നട്രാജ്, ഈ ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. തൃശ്ശൂർ ഏത് ഭാഗത്താണ് ഇപ്പോൾ നട്രാജ് ഉള്ളത്? എത്ര വലിയ ആവേശം അവിടെ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നുണ്ട്? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. ഞാനിപ്പോഴുള്ളത് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ്. ഇവിടെയുള്ള പോളിംഗ് ബൂത്തിൽ നീണ്ട നിര തന്നെ കാണാം. രാവിലെ മുതൽ വലിയ രീതിയിൽ വോട്ട് ചെയ്യാനായി വോട്ടർമാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ മന്ത്രി ആർ ബിന്ദുവും മുതിർന്ന CPM നേതാവ് A വിജയരാഘവനും ഒക്കെ ഉള്ളവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. എന്തായാലും പോളിംഗ് ബൂത്തുകളിൽ വലിയ നിര തന്നെ കാണാം. 18% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മികച്ച പോളിംഗ് ആണ് തൃശ്ശൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാൻ കഴിയും. മറ്റ് ജില്ലയിൽ അപേക്ഷിച്ച് നോക്കുമ്പോഴും നല്ല നിലയിലുള്ള പോളിംഗ് ജില്ലയിൽ കാണാൻ കഴിയും. എന്തായാലും ഈ പോളിംഗ് ബൂത്തിൽ 2 വരികളിലായി കാണുന്നത് ഒരു നീണ്ട നിര തന്നെയാണ്. ആളുകൾ വളരെ താല്പര്യത്തോടുകൂടി ഇറങ്ങി വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തൃശ്ശൂരിൽ അനവധി വിഷയങ്ങൾ ഇക്കാലയളവിൽ പ്രചാരണത്തിൽ വന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. സംസ്ഥാന തലത്തിലുള്ള നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, ശബരിമല കൊള്ള, ദേശീയപാതയുടെ തകർച്ച തുടങ്ങി നിരവധി വിഷയങ്ങൾ തൃശ്ശൂരിൽ ചർച്ചയായിരുന്നു. സംസ്ഥാന തലത്തിൽ, പ്രാദേശിക തലത്തിലും നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പ്രചാരണം, സുരേഷ് ഗോപിയുടെ കലുങ്ക് ചർച്ചകൾ, അതുണ്ടാക്കിയ വിവാദങ്ങൾ തുടങ്ങി പല വിഷയങ്ങളും ഇവിടെ ചർച്ചയാവുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കെട്ടിടത്തിലെ തന്നെ മറ്റൊരു പോളിംഗ് ബൂത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പോളിംഗ് ബൂത്തിലും വലിയ തിരക്ക് നമ്മൾ കാണുന്നുണ്ട്. ആളുകൾ ഒരുപാട് വന്ന് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ജനാധിപത്യത്തിൽ. എന്തായാലും വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയുള്ള പ്രചാരണ വിഷയങ്ങളെ കുറിച്ചായിരുന്നു. ഇത്തരത്തിൽ പല വിഷയങ്ങളുമായി പല മുന്നണികളും രംഗത്തെത്തി. തൃശ്ശൂർ കോർപ്പറേഷനിലെ സ്ഥിതി നമുക്കറിയാം. കഴിഞ്ഞ തവണ വിമതനായിരുന്ന ഒരാളെ വെച്ചുകൊണ്ടാണ് LDF ഭരണം തുടർന്നത്. അയാളെ തന്നെ മേയറാക്കുകയും ചെയ്തു. പിന്നീട് അതുകൊണ്ടുണ്ടായ പുലിവാലുകൾ ചില്ലറയൊന്നുമല്ല എന്ന് പറയാം. ഇത്തവണ തിരിച്ചുപിടിക്കും കോർപ്പറേഷൻ എന്നൊരു നിലപാടാണ് UDFിനുള്ളത്. BJPക്ക് 6 കൗൺസിലർമാരാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ നില മെച്ചപ്പെടുത്തും എന്നാണ് BJP അവകാശപ്പെടുന്നത്. എന്തായാലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങളും പ്രചാരണവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് മികച്ച പോളിംഗ് കൂടി തൃശ്ശൂർ രേഖപ്പെടുത്തുമ്പോൾ ഇത് ആർക്കുള്ള അനുകൂല തരംഗമാണ് എന്നാണ് അറിയേണ്ടത്. ഇത് ആരെ വെട്ടാനുള്ള വിധിയാണ് എന്നാണ് അറിയേണ്ടത്. വിധി ദിനം ഇനി അകലെയല്ല. എന്തായാലും എനിക്ക് പിന്നിൽ കാണുന്ന ഈ നീണ്ട ക്യൂ തന്നെ പറയും എന്താണ്. ചില വോട്ടർമാരുടെ പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. അമ്മേ, വോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, ചെയ്യാനെത്തിയതാ, കയറാൻ പോവാ. എവിടെ നിൽക്കണ്ട? ഇവിടെ പോയി. എന്താണ് എന്തായാലും ചില വോട്ടർമാരുടെ പ്രതികരണം നമുക്ക് നോക്കാം. എന്താ പറയാനുള്ളത്? വോട്ടർമാർ ചിലർ മനസ്സ് തുറക്കുന്നില്ല എന്നുള്ളതാണ്. BJP മുൻ കൗൺസിലർ കൂടിയായ ആതിരയുണ്ട്. എന്താണ് ഇത്തവണ നിങ്ങളുടെ ഒരു പ്രതികരണം? ഞങ്ങൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നമ്മൾ ഇത്തവണ കോർപ്പറേഷൻ ഭരിക്കും എന്നുള്ള വിശ്വാസത്തിലും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അതിൽ ഫലം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒറ്റ ചോദ്യം, താങ്കളുടെ സ്ഥാനാർത്ഥിത്വം ഒരിക്കൽ പ്രഖ്യാപിച്ച് അവസാന നിമിഷം അത് ക്യാൻസൽ ചെയ്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് പല പ്രചാരണക്കും വഴിവെച്ചു. താങ്കളെ മാറ്റിയതാണ് നിർബന്ധപൂർവ്വം എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാണ് അതിലൊരു നിജസ്ഥിതി? അതിലൊരു വാസ്തവവും ഇല്ലാന്ന് അതിന്റെ അടുത്ത ദിവസം പത്രസമ്മേളനത്തിൽ MT രമേശ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നതാണ്. എനിക്ക് മറ്റ് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട്, അതിന്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ആദ്യമേ തന്നെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ അവർ പറഞ്ഞു നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് തീർക്കാൻ സാധിച്ചില്ല. എനിക്ക് പോകേണ്ട ആവശ്യം വരും. അതുകൊണ്ട് ഒഴിവായതാണ്. മുൻ കൗൺസിലറായ ആതിരയാണ് സംസാരിച്ചത്. ഇവരെയാണ് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി BJPക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ഒരുപക്ഷെ BJP ഒരു പ്രധാനപ്പെട്ട മുഖമായി ഇവരെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അടുത്ത ദിവസം 2 ദിവസത്തിന് ശേഷം ആതിരയുടെ സ്ഥാനാർത്ഥിത്വം BJP പിൻവലിച്ചു. അത് വലിയ വിവാദങ്ങൾക്കും മറ്റും വഴിവെച്ചു എന്നുള്ളതാണ്. പല പ്രവർത്തകരും അസന്തുഷ്ടി പ്രകടിപ്പിച്ചതിനെ തുടർന്നും പാർട്ടിക്ക് ഉൾപ്പോരുണ്ടായതിനെ തുടർന്നുമാണ് ആതിരയെ മാറ്റിയത് എന്നുള്ള ആരോപണവും വരികയുണ്ടായി. എന്തായാലും അതൊരു വിശദീകരണമാണ് അവർ നൽകിയത്. എന്തായാലും വലിയ രീതിയിൽ പോളിംഗ് ജില്ലയിലെ പല ഭാഗത്തും തുടരുകയാണ്. സൈഫ്.